ഹായ് മക്കളെ, എല്ലാവരും +2 ക്ലാസ്സുകളൊക്കെ ഗംഭീരമായിട്ട് പഠിച്ചു പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓഗസ്റ്റ് മാസത്തിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. ഓഗസ്റ്റ് മാസം നമ്മളെ കാത്തിരിക്കുന്നത് ഓണം എക്സാമിനേഷനാണ്. ഓഗസ്റ്റ് മാസം 10-ാം തീയതിക്ക് ശേഷമായിരിക്കും നമ്മുടെ ഓണം എക്സാം നടക്കുന്നത്. സോ ഓണം എക്സാമിലേക്ക് +2 ബിസിനസ് സ്റ്റഡീസിൽ ഏതെല്ലാം ചാപ്റ്റേഴ്സ് പഠിക്കണം, ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് ഏതെല്ലാം കോൺസെപ്റ്റുകളാണ് നമ്മൾ ഓണം എക്സാമിലേക്ക് കൃത്യമായിട്ട് റിവിഷൻ ചെയ്യേണ്ടതെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം 5 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഓണം എക്സാമിലേക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ നമ്മൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കോൺസെപ്റ്റുകളാണ് പഠിക്കുന്നത്. അവിടെ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുന്നു, ഒബ്ജക്റ്റീവ്സ് പഠിക്കുന്നു, ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഒപ്പം നേച്ചർ ഓഫ് മാനേജ്മെൻറ്റും അതേപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റും ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റും കോർഡിനേഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകളാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചു വെക്കുക, ദെൻ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റും ദെൻ കോർഡിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഈ ചാപ്റ്ററിൽ നിങ്ങൾ കവർ ചെയ്യേണ്ട ഏരിയ ആണ്. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആണ്. പ്രധാനമായിട്ടും 2 ടൈപ്പ് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും മറ്റൊന്ന് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസുമാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും ടെക്നിക്സും വളരെ പ്രധാനപ്പെട്ടതാണ്, കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. FW ടൈലർ ആണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും ടെക്നിക്സും കോൺട്രിബ്യൂട്ട് ചെയ്തത് നമുക്കറിയാം. ഇനി മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ 14 പ്രിൻസിപ്പിൾസും പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി ചോദിക്കില്ല. അതിലേതെങ്കിലും ഒരു 5 എണ്ണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 6 എണ്ണമോ അല്ലെങ്കിൽ 4 എണ്ണം ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. സോ എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ 2 ടൈപ്പ് പ്രിൻസിപ്പിൾസും ടെക്നിക്സും എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുക. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റ് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അല്ല, എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ബിസിനസ് എൻവയോൺമെൻറ്റ് ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ദെൻ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഈ പ്രധാനമായിട്ടും ഈ ഒരു കോൺസെപ്റ്റ് നിന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് തന്നെയാണ്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സോ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചു വെക്കാം. പിന്നെ നമ്മൾ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള പ്ലാനിംഗ് എന്ന ഫംഗ്ഷനാണ് 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. എന്താണ് പ്ലാനിംഗ്, പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, ലിമിറ്റേഷൻസ്, അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ കോൺസെപ്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിനുശേഷം പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ് പ്രോസസ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. 7ഓളം സ്റ്റെപ്സുകളാണ് നമ്മൾ പ്ലാനിങ്ങിൽ പഠിക്കുന്നത്. അതൊരു പക്ഷേ ഒരു 5 മാർക്കിനോ 4 മാർക്കിനൊക്കെ ചോദിച്ചേക്കാം. 2 ടൈപ്പ് പ്ലാനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സ്റ്റാൻഡിംഗ് പ്ലാൻസും മറ്റൊന്ന് സിംഗിൾ യൂസ് പ്ലാൻസുമാണ്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസിനെ കുറിച്ച് ചിലപ്പം ഒരു 3 മാർക്കിനോ 4 മാർക്കിനൊക്കെ ചോദിച്ചെന്നിരിക്കും. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ടൈപ്സ് ഓഫ് പ്ലാനും എന്ത് ചെയ്യുക, നോക്കി വെച്ചേക്കുക. 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ചോദ്യങ്ങളായിട്ട് ചോദിക്കാനും സാധ്യതയുണ്ട്. ദെൻ ഫൈനലി നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗനൈസിങ് ഒരു വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓർഗനൈസിങ്ങിൻ്റെ പ്രോസസ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 4 പ്രോസസ്സാണ് അല്ലെങ്കിൽ സ്റ്റെപ്സാണ് ഓർഗനൈസിങ്ങിലുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ ഫംഗ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചെന്നിരിക്കും. അതിൻ്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും നമുക്ക് പഠിക്കാനുണ്ട്. ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കമ്പാരിസൺ ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ നമുക്ക് ഈ പറയുന്ന ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും പലതവണ ചോദിച്ചാണുള്ളത്. അതിൻ്റെ കമ്പാരിസൺ വൈസുള്ള ക്വസ്റ്റൻ ആണ്. സോ കമ്പാരിസൺ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. 4 മാർക്കിന് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഒക്കെ നിങ്ങൾ നോക്കി വെച്ചേക്കുക. ചോദിക്കാൻ ചിലപ്പം എസ്സേക്ക് ചോദിക്കാനും ഓണം എക്സാമിന് എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റാണ് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ളത്. ദെൻ ഫൈനലി ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയുടെ 3 എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ ഉണ്ട്. അതും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 4 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റൻ ആണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. സോ ആ കാര്യം ഒന്ന് നോക്കി വെച്ചേക്കുക. ദെൻ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും അതൊരു ചെറിയ മാർക്ക് 2 മാർക്കിന് 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഈ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും 2ാമത്തെ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ അതിന് നോക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്തു പോകും. സോ ഇത്രയുമാണ് നമുക്ക് 5 ചാപ്റ്റേഴ്സിൽ മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. മക്കളെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ചാപ്റ്റേഴ്സാണ്. ഒന്ന് ഓർഗനൈസിങ്ങും മറ്റൊന്ന് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റുമാണ്. പിന്നെ ലെസ് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് 1ാമത്തെ ചാപ്റ്റർ. ദെൻ അതിനുശേഷം പ്ലാനിങ്ങും ദെൻ ബിസിനസ് എൻവയോൺമെൻറ്റ്. സോ ഈ രീതിയിൽ നിങ്ങൾ ആദ്യത്തെ പ്രധാനമായിട്ടും വലിയ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസിങ്, 2ാമത്തെ ചാപ്റ്ററായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ദെൻ നമുക്ക് പറയാം 1ാമത്തെ ചാപ്റ്ററായിട്ടുള്ള നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആണ്. സോ ആദ്യം നിങ്ങൾ ഈ പ്രധാനമായിട്ടും ഈ 3 ചാപ്റ്റേഴ്സ് തന്നെ പഠിച്ചു തുടങ്ങുക. ബാക്കിയുള്ളത് 2 ചാപ്റ്റേഴ്സ് അതിനുശേഷം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഈ 5 ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യം, ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ കോൺസെപ്റ്റും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുന്ന സമയത്തും ആ ചാപ്റ്റേഴ്സിൽ നിന്ന് ഏതൊക്കെ ഏരിയനെ ബേസ് ചെയ്തുകൊണ്ടാണ് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് റിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും. സോ ഈ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എക്സസൈസ് ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് റെഫർ ചെയ്യുക. നിങ്ങളതായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ ആൻസർ ഒന്ന് റഫായിട്ട് എഴുതി നോക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. സോ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വെച്ചുകൊണ്ട് ഗംഭീരമായിട്ട് പഠിക്കുക. ഒപ്പം തന്നെ നമ്മൾ യുവാ ബാച്ചിലാണെന്നുണ്ടെങ്കിൽ റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്.
ചെയ്യുകയാണ്. ഓണം എക്സാമിലേക്ക് വേണ്ട എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റിവിഷനാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇനിയും അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളാണ് നിങ്ങളെന്തെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തുകൊള്ളുക. നമുക്ക് ഓണം എക്സാമിന് വേണ്ടി 5 ചാപ്റ്റേഴ്സ് നമ്മൾ ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കാനുണ്ട്. എക്കണോമിക്സിലും അക്കൗണ്ട്സിലും എല്ലാ സബ്ജക്റ്റിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓണം എക്സാമിന് സിസ്റ്റമാറ്റിക് ആയിട്ട് റിവിഷൻ വേണോ, ജോയിൻ ചെയ്തുള്ള ആപ്പിലേക്ക് ഗംഭീരമായിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഒപ്പം തന്നെ ബാക്കിയുള്ള ഇനി ക്രിസ്മസ് എക്സാം വരാനിരിക്കുന്നുണ്ട്, ലാബ് എക്സാം വരാൻ എല്ലാത്തിലുള്ള സപ്പോർട്ട് നമ്മൾ യുവ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ. നമുക്ക് ബാച്ചിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.